ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പോൾ എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിലാണ് ഈ ക്ഷേത്രം വരുന്നത്. അപ്പോൾ ധനുമാസത്തിലെ തിരുവാതിര തൊട്ട് 12 ദിവസമാണ് ഇവിടെ നട തുറക്കുന്നത്. വർഷത്തിൽ 12 ദിവസമേ തുറക്കുകയുള്ളൂ. ആ സമയം നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ വെർച്വൽ ക്യൂ വഴിയാണ് ബുക്ക് ചെയ്തത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റും. അല്ലാത്തവർക്ക് വലിയ ക്യൂ ആണ്. ഇതും ചെറിയൊരു ക്യൂവേ ഉള്ളൂ. അവിടെ നിന്ന് തന്നെ നമുക്ക് ടോക്കൺ തരും. വെർച്വൽ ക്യൂവിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചാൽ. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളൊരു 18 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്നവരാണ് ഈ വരുന്നവരെല്ലാം. പിന്നെ ഇവിടെ നമ്മൾ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടുള്ള നേർച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രത്യേക പട്ടും താലി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നായിരുന്നു. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. വരുന്നവർക്കൊക്കെ ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പാർവതി ദേവിക്ക് പറന്നിറക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. മഞ്ഞൾ വെച്ചിട്ടാണ് പറന്നിറക്കുന്നത്. പ്രസാദമായിട്ട് ഉണ്ണിയപ്പം, പായസം, അവൽ ഇതൊക്കെ നൽകുന്നുണ്ട്. മൃത്യുഞ്ജയനായ ശിവനും ആദിപരാശക്തിയായ പാർവതി ദേവിയുമാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ഗണപതി, നാഗദൈവങ്ങൾ, സതീദേവി, അയ്യപ്പൻ, മഹാവിഷ്ണു, ഭദ്രകാളിയൊക്കെ ഉപപ്രതിഷ്ഠകളായിട്ട് ഇവിടെ വരുന്നുണ്ട്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് പോകുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് സൗകര്യം. പ്രായമുള്ളവരും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് സമയത്ത് ക്യൂവിലോട്ട് കയറിയാൽ മതി. ഈ ക്ഷേത്രത്തിൻ്റെ സൈറ്റിൽ തന്നെ ഒരാളുടെ ആധാർ നമ്പർ വെച്ചിട്ട് 6 പേർക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.